Hello viewers, namaste. Welcome back to my new video. In the 7th July. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ സോഫ്റ്റിന്റെ ഇന്നത്തെ പെർഫോമൻസ് നിഫ്റ്റിയിൽ വന്ന ട്രേഡ് ആണ്. നമുക്ക് ഇന്ന് രണ്ട് ട്രേഡുകൾ എടുക്കായിരുന്നു. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റിന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ പിക്ക് ചെയ്യണം ഇതൊരു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ട്രേഡ് നമുക്ക് ഫസ്റ്റ് നോക്കാം. 12.20 നമുക്കൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഫോളോ ആയിരുന്നു. നമുക്ക് സെല്ല് വന്നിരിക്കുന്നത് 24,487 ആയിരുന്നു. അപ്പം നമ്മൾ ഓപ്ഷൻ ചാർട്ട് ഇതിനകത്ത് നമുക്ക് സ്ട്രൈക്കിൻ്റെ ചാർട്ട് കിട്ടും. സെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. പുട്ട് സൈഡ് മാത്രം എൻട്രി എടുക്കുക. ഇവിടെ ബൈ എന്ന് കാണിക്കുമ്പോൾ മാത്രമാണ് കോൾ ഓപ്ഷൻ എടുക്കുക. 24,487. അപ്പം നമുക്ക് ഈ ലെവൽ ഇവിടെ കാണിച്ചു തന്നു. ആ ലെവലിൽ നിന്നുള്ള സ്ട്രൈക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഒരെണ്ണെടുത്ത് കാണിക്കുന്നത് ഇതൊരു ഇന്തമണിയായിട്ട് വരിക. ഇതിൽ നമുക്ക് സിഗ്നൽ നിഫ്റ്റിയിൽ ട്രേഡ് വന്നപ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. ഓപ്ഷനിൽ ബൈ ഉണ്ടാകുന്ന നോക്കുക. ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇനി ഇത് കൺഫേം ആണെന്ന് നമ്മൾ എങ്ങനെ നോക്കും? ആരോ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈസ് ആണെന്നും അതുപോലെ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ഇത് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ഗ്രീൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ റെഡ് സ്റ്റാറാണ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. നമ്മൾ ഓപ്ഷൻ ചാർട്ട് വരുമ്പോൾ ഓപ്ഷൻ തന്നെ അതിൻ്റെ എക്സിറ്റ് കാണിച്ചു എൻട്രി എക്സിറ്റും കാണിച്ചു എൻട്രി പോയിന്റ് മേളിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന ലെവലിൽ നമുക്ക് ആ പ്രൈസ് മാർക്കറ്റ് റോഡ് ഇട്ടേച്ചാൽ മതി. താഴെ നോക്കിയാൽ ടാർഗറ്റ് 349, 324, 400 ആയിരുന്നു കേട്ടോ. ഇതിവിടം വരെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഈ റെസിസ്റ്റൻറ്റ് രണ്ടാമത് ബ്രേക്ക് ചെയ്ത സമയത്താണ് 400 ടാർഗറ്റ് മൂന്നാമത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഈസിയായിട്ട് നമുക്ക് പഠിക്കാവുന്നൊരു സ്ട്രാറ്റജിയാണ്. സ്ട്രൈക്കൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളത് നമ്മളിവിടുന്ന് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ തിരിച്ച് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് ഇടുവാണ്. നിഫ്റ്റിയിൽ കണ്ടാൽ നമുക്കിവിടെ സെല്ലെന്ന് പറയാൻ ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ബൈ ആണെങ്കിൽ സെല്ലാണെങ്കിൽ ആ റേറ്റ് അടക്കാണ്. ആ റേറ്റിൽ നിന്ന് നമുക്ക് സ്ട്രൈക്ക് എടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമുക്കൊരു ബൈ എൻട്രി ഉണ്ടായിരുന്നു രാവിലെ. കാരണം പ്രീവിയസ് ഡേയുടെ ഇന്നലത്തെ ഒരു ബൈയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോൾ കണ്ടിന്യൂഷൻ ട്രെൻഡ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പല വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഡയറക്റ്റ് നമുക്കിവിടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഇവിടെ നമ്മളൊരു ബൈ ആരോ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി ഒരു ബൈ ആക്റ്റീവാണ്. ഇത് ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ പ്രീവിയസ് ഡേയുടെ ബൈയുടെ കണ്ടിന്യൂഷൻ നടന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഡയറക്റ്റ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് കയറിയ ശേഷമാണ് 12.20 ആ ഒരു സെല്ല് വന്നിരിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തു. താങ്ക് യു.